ഈ മഹാദേവനെ നമ്മൾ മൃത്യുഞ്ജയമൂർത്തിയായിട്ട് ആരാധിക്കാറുണ്ട്, മഹാദേവനെ നമ്മൾ അഘോരമൂർത്തിയായിട്ട് പൂജ കഴിക്കാറുണ്ട്, മൃത്യുഞ്ജയമൂർത്തിയായിട്ട് പൂജ കഴിക്കാറുണ്ട്, ആവാഹിച്ച് പൂജ കഴിക്കുന്നത്. അതുപോലെ ദക്ഷിണാമൂർത്തി സങ്കല്പമുണ്ട്, ഉമാമഹേശ്വര സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ മഹാദേവൻ്റെ നിരവധി സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഈ കൊട്ടിയൂരമ്പലത്തിൽ വളരെ ശ്രേഷ്ഠമായി പറഞ്ഞു ഫലിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു കളത്രത്തിൻ്റെ അധിപ, ഒരു വീടിൻ്റെ അധിപ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കുടുംബനാഥയാണ്. സമ്പത്തുണ്ടാക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും ജോലിക്ക് പോകുന്നതും പുരുഷനാണെങ്കിലും ആ കുടുംബത്തിൻ്റെ നാഥ ആണ് ആ കുടുംബത്തിൻ്റെ ലക്ഷ്മി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കളത്ര വിഷയത്തിൽ ദുഃഖിതനായി നിൽക്കുന്ന മഹാദേവൻ, അല്ലെങ്കിൽ അപമാനഭാരത്താൽ എൻ്റെ പത്നിയെ നഷ്ടപ്പെട്ട മഹാദേവൻ്റെ ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്ന ആ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും നിറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ അവസാന ഭാഗമാണല്ലോ കൊട്ടിയൂരമ്പലം. അപ്പോൾ ദാമ്പത്യ വിഷയങ്ങളിൽ ശരിക്കും പരാജയം അനുഭവപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും, ദാമ്പത്യപരമായി നിൽക്കുന്ന നാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല വിവാഹ ബന്ധങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും, അല്ലെങ്കിൽ വൈവാഹിക ജീവിതങ്ങളിൽ സങ്കടങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിക്കും അച്ചിട്ടാണ് കൊട്ടിയൂരപ്പൻ.